കൊല്ലം പുനലൂരിൽ ട്രെയിനിൽ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച് 25 ലക്ഷം രൂപ റെയിൽവേ പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര സ്വദേശി ആനന്ദ് ലക്ഷ്മണനെ കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച പുലർച്ചെ പുനലൂർ റെയിൽവേ പോലീസ് SHO PK പ്രദീപിന്റെ നേതൃത്വത്തിൽ കൊല്ലം ചെന്നൈ എഗ്മോർ ട്രെയിനിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നു. മനോജിലേക്ക് പോകും മുമ്പ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ബഹുമാനപ്പെട്ട റെയിൽവേ SP നിർദ്ദേശപ്രകാരം സർപ്രൈസ് ചെക്കുകൾ ഞങ്ങൾ നടത്തി വരികയായിരുന്നു. അതിന്റെ ഭാഗമായി നിരവധി കഞ്ചാവ് കേസ് അടക്കമുള്ള കേസുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ നടത്തിയ സർപ്രൈസ് ചെക്കിങ്ങിൽ പുത്തൂർ സ്വദേശിയായ ഒരാളുടെ കയ്യിൽ, പേര് ആനന്ദ് എന്നാണ്, അയാളുടെ കയ്യിൽ 25 ലക്ഷം രൂപ ബ്ലാക്ക് മണി നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളതാണ്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ പുനലൂർ റെയിൽവേ പോലീസിന്റെ കർശനമായിട്ടുള്ള ചെക്കിംഗ് ഉണ്ടായിരിക്കുന്നു. മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നു. മനോജ്, ഇയാൾ എവിടെ നിന്നാണ് ഈ കൊല്ലത്തേക്ക് ഈ പണം എത്തിച്ചത്? ആർക്കു വേണ്ടിയാണ് എത്തിച്ചതെന്ന് വിവരമുണ്ടോ? പുലർച്ചെ പുനലൂരിലെത്തുന്ന ചെന്നൈ എഗ്മോർ കൊല്ലം ട്രെയിനിൽ നിന്നുമാണ് പരിശോധനയിൽ ബാഗിനുള്ളിൽ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച നിലയിൽ 25 ലക്ഷം രൂപ റെയിൽവേ പോലീസ് കണ്ടെടുക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര പുത്തൂർ സ്വദേശിയായ ആനന്ദിനെ പുനലൂർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുമാണ് പണം കൊല്ലത്തേക്ക് എത്തിയത് എന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു അറിയുന്നതേ ഉള്ളൂ. മുൻപും ഇത്തരത്തിൽ നിരവധി തവണ തമിഴ്നാട്ടിൽ നിന്നെത്തിയ ട്രെയിനിൽ നിന്നും ഇതുപോലെ പണം പിടിച്ചെടുത്ത പണം രേഖകളില്ലാത്തതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ട്രഷറിയിൽ ഏൽപ്പിക്കുന്ന നിലപാടാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അപ്പോഴൊന്നും ഈ പണത്തിന്റെ ഉറവിടവും എവിടേക്ക് എത്തിയത് എന്നും പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇതും അത്തരത്തിൽ നീങ്ങും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടി ചോദ്യം ചെയ്യൽ തുടരുകയാണ്, അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കും എന്നൊക്കെ നിലയിൽ പറയുന്നുണ്ടെങ്കിലും ഇതുവരെയുള്ള ചരിത്രമനുസരിച്ച് പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ശക്തമായ പരിശോധനയാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ആര്യങ്കാവ് വഴി കടന്ന ട്രെയിനിൽ നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായി സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം ഫലപ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ ദിവസമായതുകൊണ്ട് പരിശോധന കാണാൻ സാധ്യത ഇല്ല എന്ന് കണക്കുകൂട്ടിയാകും ഇത്തരത്തിൽ പണക്കടത്ത് സംഘം പണവുമായി എത്തിയത് എന്ന് വേണം മനസ്സിലാക്കുക. എന്തായാലും പുനലൂരില് തെന്മലയിൽ നിന്നും ട്രെയിനിൽ എത്തിയ പോലീസ് സംഘം ഓരോ കമ്പാർട്ട്മെന്റിലും പരിശോധന നടത്തുന്നിടയിൽ അസ്വാഭാവികമായി ഒരാളെ ശ്രദ്ധയിൽപ്പെടുകയും ബാഗ് കണ്ടെത്തുകയും ചെയ്തു. നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ബാഗ് പണമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ ഇറക്കുകയും കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുകയുമാണ്. പണം കൃത്യമായി പരിശോധിച്ചു. കള്ളനോട്ടാണോ അതോ ബ്ലാക്ക് മണിയാണോ എന്നുള്ളൊരു പരിശോധന നടത്തി കള്ളനോട്ട് അല്ല എന്ന് സ്ഥിരീകരിക്കുകയും ബ്ലാക്ക് മണിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ മൂല്യനിർണ്ണയം നടത്തി ട്രഷറിയിൽ എത്തുന്ന നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.